സഹായിക്കാനായിട്ട് നമ്മുടെ ആത്മീയ കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും സഹായിക്കാനായിട്ട് നമ്മൾ ലിജോ വെച്ചിട്ടുണ്ട്. അച്ഛൻ്റെ പേര് ലിജോ എന്നാണ് എല്ലാവർക്കും അറിയാം, കുറേ പേർക്ക് ഇന്നലെ അറിയാമായിരുന്നു. അതുപോലെ വീട്ടുപേര് കുറിയടത്തെന്നാണ്. അച്ഛൻ്റെ വീട് കാലടി അടുത്ത് രാജഗിരി അല്ലെങ്കിൽ നമ്മൾ ശ്രീമനഗരം എന്ന് പറയുന്ന ഇടവകയാണ്. അച്ഛൻ്റെ അമ്മാവൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, അച്ഛനാണ്. ഞങ്ങൾ ഒരുമിച്ച് റീജൻസി ചെയ്തതാണ്, ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വിശുദ്ധവിവരങ്ങളിലെ അച്ഛനെ കൊണ്ടുണ്ടാക്കിയത് അച്ഛൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങള്, ബന്ധുമിത്രങ്ങള്, സഹപാഠികളായ അച്ഛന്മാരും അവിടുത്തെ ഇടവക വികാരിച്ചൻ എല്ലാവരും കൂടിയാണ്. വളരെ സന്തോഷത്തോടെ എല്ലാവരുടെയും നാമത്തിൽ അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമ്മുടെ യുവത്തിനും നമ്മുടെ മക്കൾക്കും പ്രത്യേകിച്ച് വേദപാഠ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാനായിട്ട് അച്ഛനുണ്ടായിരിക്കും. ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം എല്ലാവരുടെയും നാമത്തിൽ അച്ഛനെ സ്വാഗതം ചെയ്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൺവെൻഷന് വേണ്ടി തിരുനാള് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയാവാനും അച്ഛൻ്റെ പ്രവർത്തന മേഖലകളിൽ നമ്മളെ ആത്മീയമായിട്ട് സഹായിക്കാൻ എന്നോട് വരും. അതോടൊപ്പം അച്ഛനെ നിവേദിതയുടെ നമ്മുടെ ചേർത്തലയുള്ള നിവേദിതയുടെ നൈപുണ്യയുടെ സമാധാനത്തിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെയായിരിക്കും താമസം. ബാക്കി അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവിടെയായിരിക്കും. പ്രധാന ജില്ലാ മറ്റു കാര്യങ്ങളുമായിട്ട് നമ്മളെ സഹായിക്കുന്നത്. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കുമ്പോൾ. അച്ഛൻ പറഞ്ഞതുപോലെ പേരിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ലിജോ എന്നാണ് വൈകിട്ട്, കുറിയടുത്ത് അല്ല. ഞാനിപ്പോൾ ഐവോണിയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടാണ് അവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അച്ഛൻ കാര്യങ്ങളിൽ സഹായിക്കാൻ അസിസ്റ്റന്റ് വികാരിയല്ല, ഒരു ചെറിയ തിരുത്തൽ. നല്ലൊരു ഇവിടെ ഞാൻ വന്നപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഫേമസായി. അപ്പോൾ അതിലിരിക്കുന്ന അങ്ങനെയാണ് അവിടെ വികാരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അസിസ്റ്റന്റ് വികാരികളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ വരുന്നതാണ്. ഞങ്ങൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അപേക്ഷയുണ്ട്. നമുക്ക് ഈ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ന് ക്രിസ്തുരാജന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമുക്ക് ക്രിസ്തുരാജന്റെ ഏറ്റവും ഹൃദയത്തിന് ചേർന്നായിരിക്കാനാണ് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുരാജൻ എപ്പോഴും രാജാവായി മാറട്ടെ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടേതായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ ബലിവേദിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും, എല്ലാ കണ്ണുനീരും, എല്ലാ സന്തോഷങ്ങളും, ആഹ്ലാദങ്ങളും എല്ലാം ഈ ബലിവേദിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിശുദ്ധ ബലി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുസഭയുടെയും അവരുടെ സ്ഥാനങ്ങളുടെയും അവിടുന്ന് കൃപയും അനുഗ്രഹവും വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സൃഷ്ടി